നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓക്കെ, ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ അത് ഡെസിബലാണ് കേട്ടോ. എന്താണ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? അത് ഡെസിബലാണ്. ഓക്കെ, ബെൽ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ചെറിയ യൂണിറ്റാണ് ഏത്? ഡെസിബൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ പേരിൽ നിന്നാണ് ബെൽ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടായത്. അതിൻ്റെ ചെറിയ യൂണിറ്റാണ് ഏത്? ഡെസിബൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഹെഡ്സ് എന്ന് പറയുന്ന യൂണിറ്റ് കണ്ട, ഹെഡ്സ് എന്നത് ആവൃത്തിയുടെ യൂണിറ്റാണ് കേട്ടോ. ഹെഡ്സ് എന്താണ്? ആവൃത്തിയുടെ യൂണിറ്റാണ് ഏത്? ഹെഡ്സ്. ഈ ആവൃത്തി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആകെ ദോലനങ്ങളുടെ എണ്ണം ഭാഗം അതിനെടുത്ത സമയം. അതാണ് ആവൃത്തി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഈ നമ്മൾ ഹെൻറിച്ച് ഹെഡ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഹെൻറിച്ച് ഹെഡ്സ്. ഈ ഹെൻറിച്ച് ഹെഡ്സിനോടുള്ള സ്മരണാർത്ഥമാണ് ആവൃത്തിയുടെ യൂണിറ്റ് എന്തെന്ന് കൊടുത്തത്? ഹെഡ്സ് എന്ന് കൊടുത്തത്. HZ എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ. മീറ്റർ എന്തിൻ്റെ SI യൂണിറ്റ് ആണ് എന്ന് ചോദിച്ചാൽ മീറ്റർ എന്തിൻ്റെ? നീളത്തിൻ്റെ SI യൂണിറ്റ് ആണ് കേട്ടോ. നീളത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? മീറ്ററാണ്. സ്മോൾ എം കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ എം ആണ്. സ്മോൾ എം. ഇനി ഇവിടെ പറഞ്ഞ ഹെൻറിച്ച് ഹെഡ്സ് ഉണ്ടല്ലോ, ഇദ്ദേഹമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത് കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചതാരെന്ന് വെച്ചാൽ ആരാണ്? അത് ഈ ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഇദ്ദേഹം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചു. അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുത്ത പുള്ളിക്കാരനാണ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാണ് ആര്? അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീന് 1921 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞു നീളത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? അത് മീറ്ററാണ്. ഏത്? നീളത്തിൻ്റെ SI യൂണിറ്റ്. ഇനി ന്യൂട്ടൺ ഉണ്ടല്ലോ ഇവിടെ. ന്യൂട്ടൺ എന്തിൻ്റെ SI യൂണിറ്റ് ആണ് എന്ന് ചോദിച്ചാൽ ബലത്തിൻ്റെ SI യൂണിറ്റ്, ഭാരത്തിൻ്റെ SI യൂണിറ്റ് എന്നിവ എന്താണ്? ന്യൂട്ടൺ ആണ് കേട്ടോ. ബലം അതുപോലെ ഭാരം. ഓക്കെയാണ്. ബലം ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ശേഷം മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണല്ലേ. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണടാ ന്യൂട്ടൺ എന്ന് വിളിക്കും കേട്ടോ. ന്യൂട്ടൺ. ഇനി അതുപോലെ ഭാരം എന്ന് പറഞ്ഞാൽ W = മാസ് ഗുണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. ഭൂഗുരുത്വാകർഷണ ത്വരണം, ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. അപ്പോൾ ആക്സിലറേഷൻ അല്ലേ, അതും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ ആണ് അതിൻ്റെ യൂണിറ്റ് കേട്ടോ. ഇനി ഇതുപോലെ PSC ചോദിക്കുന്ന മറ്റ് കുറച്ച് ഈ പറയുന്ന യൂണിറ്റുകളുണ്ട്. അതേതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതാണ് SI അളവുകൾ. നമ്മൾ സിസ്റ്റം ഇൻ്റർനാഷണൽ നേടിയിട്ടുണ്ടല്ലേ. SI യൂണിറ്റുകൾ. ആ SI യൂണിറ്റുകൾ എത്ര എണ്ണം എന്ന് വെച്ചാൽ 7 എണ്ണം ഉണ്ട്. ഇതാണ് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകൾ. അപ്പോൾ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണം എന്ന് വെച്ചാൽ എത്ര എണ്ണം? 7 അളവുകളാണ് അടിസ്ഥാന അളവുകളായിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നാമത്തതാണ് നീളം. നീളത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? അത് മീറ്ററാണ് കേട്ടോ. മീറ്റർ. ഞാൻ ഡിനോട്ട് ചെയ്യുന്ന പ്രതീകങ്ങളാണ് എഴുതുന്നത്. ഇനി അടുത്തതാണ് മാസ്. മാസിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ അത് കിലോഗ്രാമാണ്. സ്മോൾ k സ്മോൾ g. ഇനി അടുത്തത് സമയമാണ്. സമയത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ സെക്കൻഡാണ്. ചെറിയ S ആണ് ഇടുന്നത് കേട്ടോ. ചെറിയ S, സെക്കൻഡ്. ഇനി മറ്റൊന്നാണ് പദാർത്ഥത്തിൻ്റെ അളവ്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റാണ് മോള്. അപ്പോൾ മോള് എന്നിപ്പോൾ നമ്മളിങ്ങനെ പറയും അല്ലേ. മോള് എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ ഇംഗ്ലീഷ് മൊത്തത്തിൽ എഴുതുമ്പോൾ MOL എന്ന് എഴുതണം കേട്ടോ. എന്നാൽ അതിൻ്റെ സിമ്പലാണ് MOL. ഇനി അതുപോലെ മറ്റൊന്നാണ് വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് ആംപെയർ ആണ്. എന്താണ്? ആംപെയർ ആണ്. ഇനി പ്രകാശ തീവ്രതയുണ്ട്. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ക്യാൻഡിലയാണ്. എന്താണ്? ക്യാൻഡിലയാണ്. അപ്പം പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് വെച്ചാൽ ക്യാൻഡില. ഇനി താപനിലയുണ്ട്. താപനിലയുടെ SI യൂണിറ്റ് ചോദിച്ചാൽ കെൽവിനാണ്. അത് ക്യാപിറ്റൽ K ആണ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ ഈ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് എഴുതുമ്പോഴും ക്യാപിറ്റൽ A വേണം എഴുതാൻ കേട്ടോ. താപനില ക്യാപിറ്റൽ K. ഓക്കെ.
ഇനി വേറെ ചോദിക്കുന്ന യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ത്. മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ചോദിച്ചാൽ അത് പാസ്കലാണ് കേട്ടോ. മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്, അത് പാസ്കലാണ്. ഇത് മർദ്ദത്തിൻ്റെ എസ് ഐ യൂണിറ്റ്. ഇനി നീളത്തിൻ്റെ യൂണിറ്റുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തിൻ്റെ യൂണിറ്റുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മീറ്റർ യൂണിറ്റിൻ്റെ നീളത്തിൻ്റെ യൂണിറ്റാണ്. കിലോമീറ്റർ ഏതിൻ്റെ യൂണിറ്റാണ്, നീളത്തിൻ്റെ യൂണിറ്റാണ്. അതുപോലെ നോട്ടിക്കൽ മൈൽ എന്ന് കേട്ടിട്ടുണ്ട്. നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ കരയിലും അതുപോലെ വായുവിലും ആരുടെ ഈ പറയുന്ന നീളമളക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.8 കിലോമീറ്റർ ആണ് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ 1.852 ആണ് കേട്ടോ. ഇനി സ്റ്റാറ്റ്യൂട്ട് മൈൽ എന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ട് മൈൽ അത് നമ്മൾ കരയിൽ ദൂരം അളക്കുന്ന ഒരു യൂണിറ്റാണ്. ഏത്, സ്റ്റാറ്റ്യൂട്ട് മൈൽ. അത് 1.6 കിലോമീറ്റർ ആണ് കേട്ടോ. 1.6 കിലോമീറ്റർ. അപ്പോൾ നീളത്തിൻ്റെ യൂണിറ്റുകളാണ് മീറ്റർ, കിലോമീറ്റർ, നോട്ടിക്കൽ മൈൽ, സ്റ്റാറ്റ്യൂട്ട് മൈൽ. അതുപോലെ നിങ്ങൾ പ്രകാശവർഷം എന്ന് കേട്ടിട്ടുണ്ട്. പ്രകാശവർഷം. അതുപോലെ പാർട്സെക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, പാർട്സെക്ക്. അതുപോലെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതൊക്കെ എന്തിൻ്റെ യൂണിറ്റാണെടാ, ഇതെല്ലാം നീളത്തിൻ്റെ യൂണിറ്റുകളാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ചന്ദ്രശേഖർ പരിധി. ചന്ദ്രശേഖർ പരിധി എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖർ പരിധി മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ചന്ദ്രശേഖർ പരിധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന യൂണിറ്റാണ് ഏത്, അല്ലെങ്കിൽ എന്ത് ടേമാണ് ഏത്, ചന്ദ്രശേഖർ പരിധി കേട്ടോ. സാധാരണ നമുക്ക് 10th ലെവൽ പ്രിലിംസിന് ഇത്രയും കാര്യങ്ങളൊക്കെ യൂണിറ്റുകളായിട്ട് ചോദിക്കത്തുള്ളൂ.